അസ്സാമു അലൈക്കും വറഹമത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ ബഹുമാന്യനായ അസ്ഹർ അബ്ദുൾ റസാഖുമായി ഇട്ടായിരുന്നു നമ്മൾ ദമാം സ്റ്റുഡിയോയിൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ദഅവ മേഖലയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഒരു നേതൃത്വത്തിലിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുട്ടികളുടെ വിഷയത്തിൽ എങ്ങനെ നമ്മൾ ഈ കുട്ടികളെ ഒരുമിച്ചിരുത്തുന്നു, ഈ കുട്ടികൾക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റുഡൻസ് വിങ് എന്താണ് നൽകുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ, ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും അറിയേണ്ടത്, നമ്മളൊക്കെ പറഞ്ഞല്ലോ, കുട്ടികളെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഒരുമിച്ചിരുത്താൻ തന്നെ വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ളൊരവസരത്തിൽ ഈ കുട്ടികളുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ടത്തെ കാലമല്ല, ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ചുറ്റുപാട് മൊത്തത്തിൽ തിന്മകളാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയധികം തിന്മകളുടെ ഒരു വലയത്തിലാണ് നമ്മുടെ കുട്ടികളുള്ളത്. അതിൽ ലഹരിയുണ്ട്, ലിബറലിസം ഉണ്ട്, പല രൂപത്തിലുള്ള ഭാവത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ വിശേഷിച്ചും നമ്മുടെ പുതിയ തലമുറയെ വേട്ടയാടുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ പല സ്ഥലത്തേക്കും രക്ഷിതാക്കൾ പറഞ്ഞയക്കുകയാണ് പഠനത്തിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വിദേശത്തേക്കുള്ള രക്ഷിതാക്കൾ അവരെ കുട്ടികളെ ഈ നാട്ടിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ തീയാണ്. എന്താണ് എന്തൊക്കെയാണ് ഈ കുട്ടികൾ അവിടെ പോയി അനുഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിചയത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും എന്താണ് സത്യത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നാണ് എന്ന് പറയാമോ? തീർച്ചയായും. ഇതിൽ ഈ പറയപ്പെട്ട സംഗതികൾ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന വേവലാതികൾ, ഞാനൊരു ഉപ്പ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെറിയ 2 മക്കളാണ്. മോന് 5 വയസ്സ് നൂഹ് സുലൈമാൻ, മോള് 1.5 വയസ്സ് നൗറ സഫിയ. പക്ഷെ അവരൊരു ചെറു പ്രായത്തിലാകുമ്പോൾ തന്നെ ഇപ്പം തന്നെ നമുക്കിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അങ്കലാപ്പ്, ഭയങ്കര ആശങ്കകളുണ്ട്. മോനൊരു 10 വയസ്സാകുമ്പോൾ കുറേ ഈ പ്രശ്നങ്ങൾ അറിയുന്നതുകൊണ്ടാണ്. അതെ. അപ്പോൾ നമ്മൾ കാണുകയാണ്. ഇപ്പം ഞാൻ പഠിച്ചിരുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്, എൻ്റെ UG സമയത്തും അതുപോലെ തന്നെ PG സമയത്തൊക്കെ അൽഹംദുലില്ലാ നല്ല അറിയപ്പെട്ട പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചു. അപ്പോൾ അത്തരം ക്യാമ്പസുകളെ കുറിച്ചൊക്കെ പൊതുസമൂഹത്തിലുള്ള ഒരു ധാരണ ഉണ്ട്. ഇത് അവിടെ ഫുള്ള് ഭയങ്കര പഠിപ്പിസ്റ്റുകളായിട്ടുള്ള, അതിൽ മാത്രം അക്കാഡമിക്സിൽ മാത്രം ശ്രദ്ധിക്കുന്ന കുട്ടികളൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ് ആ ഒരു ധാരണ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് നമ്മളവിടെ ഒരു വിദ്യാർത്ഥിയായി നമ്മുടെ ഒരു ടെന്യൂർ 4 വർഷമോ 2 വർഷമോ ഒക്കെ നമ്മൾ അവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ അങ്ങനെയല്ല. അവിടെ ഈ പറയപ്പെട്ട നല്ല കഴിവുള്ള, നല്ല കാലിബറും ടാലൻറ്റുമുള്ള വിദ്യാർത്ഥികൾ അവരൊക്കെ പല തിന്മകളിലും പല ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്തായിരുന്നാലും അത്തരം ദുസ്വാധീനങ്ങളിൽ പെട്ടുപോകുന്നു. ലഹരിയെക്കുറിച്ച് പറഞ്ഞു, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ക്യാമ്പസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇവന്റ് നടക്കുമ്പോൾ ലഹരി അതിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമായി പോകുന്നു. അത് മദ്യമായിട്ടും ഒരു വേള ഡ്രഗ്സ് ആയിട്ട്, മയക്കുമരുന്ന്. ഇപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന സംഗതിയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പുതിയ വാക്കുകളൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അന്ന് എന്താണോ ഉണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ എക്സ്ട്രീമിൽ നമ്മൾ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെയും ഈ പറഞ്ഞ പോലെ. പക്ഷെ അത്തരം ക്യാമ്പസുകളിൽ നിന്ന് പല വാർത്തകളും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ആ ഒരു പ്രീമിയർ സ്റ്റാറ്റസ്, ക്യാമ്പസിൻ്റെ ആ ഒരു നിലയും വിലയും സമൂഹത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെടുക്കുന്ന ചില ഒതുക്കി തീർക്കലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലതും പുറത്തു വരുന്നില്ല. അതുകൊണ്ടാണ് സമൂഹത്തിന് അങ്ങനെ ഒരു ധാരണ പലപ്പോഴും ഇല്ലാത്തത്. പക്ഷെ നമ്മൾ അങ്ങനത്തത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക, ഈ ആരും നോക്കാനില്ല, രക്ഷിതാക്കൾ കാണുന്നില്ല, നാട്ടുകാർ കാണുന്നില്ല, തന്നെ അറിയുന്ന ആളുകൾ നിരീക്ഷിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു
സുരക്ഷിതത്വ ബോധം എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും ആ ഒരു ബോധത്തിൽ ആരും തന്നെ നിരീക്ഷിക്കാനില്ല എന്നുള്ള ഒരു ചിന്തയിൽ കുട്ടികൾ എത്തിപ്പെടുന്നത് വളരെ മോശമായ സാഹചര്യങ്ങളിലാണ്. പെൺകുട്ടികളൊക്കെ അടക്കം പലതും നമുക്ക് തുറന്നു പറയാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ വരെ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ ലിബറലിസം പോലുള്ള സംഗതികൾ അവർ പടച്ചുകൂടുന്ന കുറേ സംഗതികളുണ്ട്. ഈ നമ്മുടെ ഇപ്പോൾ യു ഓൺലി ലീവ് വൺസ്, നിങ്ങൾ ഒറ്റ പ്രാവശ്യം ജീവിക്കുള്ളൂ, അതുകൊണ്ട് ഈ ജീവിതം അടിച്ചു പൊളിക്കണം. ഒരു എന്തിലും ഒരു ആഘോഷത്വര. ഇപ്പോൾ ഒരു പിന്നെ ക്യാമ്പസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തൊരു ഇവൻ്റ് ആണെങ്കിലും അതിനൊരു ആഘോഷമാക്കി മാറ്റാം, എല്ലാ കാര്യങ്ങളും ആഘോഷമാക്കി മാറ്റാം. ഒരു അതെ, ചെലവ്. ഇപ്പം ഒരു ക്യാമ്പസിൻ്റെ ഒരു കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്കാഡമിക് കലണ്ടറിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഒരു ആഘോഷത്തിന് വേണ്ടി ഫിക്സ്ഡ് ആണ്. അതല്ലാത്തൊരു ദിവസം കണ്ടെത്തുക സാധ്യമാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറവിലൊക്കെ നടക്കുന്നത് പലപ്പോഴും വേണ്ടരുതാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ലഹരിയുടെ, ലിബറലിസത്തിൻ്റെ, ലൈംഗിക അരാജകത്വങ്ങളുടെ, ഈ പോൺ അഡിക്ഷൻ പോലെയുള്ള അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കുട്ടികൾക്കിടയിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചെറിയ കുട്ടികൾ മുതൽ തന്നെ പല പഠനങ്ങളും ഇന്ന് പറയുന്നത് നമുക്ക് പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. അതായത് കുട്ടികൾ ഇതിനെ എക്സ്പോസ്ഡ് ആകുന്ന ഒരു ഈ പോൺ പോലെയുള്ള മീഡിയകൾക്ക് എക്സ്പോസ്ഡ് ആകുന്ന പ്രായം, മിനിമം പ്രായം എന്ന് പറഞ്ഞത് അത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും പല രക്ഷിതാക്കളും വിളിക്കും, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു ഒരു ആശയിലും പ്രതീക്ഷയിലാണ് അവർ പലപ്പോഴും വിളിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പിന്നെ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ഗുണദോഷിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ പക്ഷേ ഒരു റോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം, അപ്പോൾ അത് കണ്ട് വിളിക്കുകയാണ് ഒരു ഉമ്മ. വേറെ ഒരു രക്ഷിതാവ് ഒരിക്കൽ വിളിച്ചിരുന്നത് താനൂർ ഭാഗത്തു നിന്നാണ്. ഒരു രക്ഷിതാവ് വിളിച്ചിരുന്നു, കുട്ടി സ്കൂളിൽ പോകാൻ എന്തില്ല കൂട്ടാകൂല, പഠനം എന്ന് പറഞ്ഞത് അതിനോടൊക്കെ ഒരു താല്പര്യമില്ലായ്മ. സ്കൂളെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ആകെ ഒരു വെപ്രാളം, വിറയലൊക്കെ വരിക, കുട്ടി അസുഖമാണ്, അബ്നോർമലാകുക, ഭയങ്കര ഒരു പ്രയാസകരമായ സാഹചര്യം പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ എന്താണ് കൗൺസിലിങ്ങിന് ആരെങ്കിലും കിട്ടുമോ എന്ന്, നമുക്ക് എന്തെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ, മോനോടൊന്ന് അല്ലെങ്കിൽ മോളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ചെറിയ മക്കൾ പോലും അത്തരത്തിലുള്ള ഇഷ്യൂകൾ, എന്നാൽ ചെറിയ മക്കളിൽ മാത്രമല്ല മുതിർന്ന ആളുകളിൽ ഓരോന്നും ഓരോ ലെവലിലാണ്, ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പിന്നെ രക്ഷിതാക്കൾ പറയുന്നത്. ഇപ്പോൾ ഈ പിന്നെ സോഷ്യൽ മീഡിയകളും ഒക്കെ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അഡിക്ഷൻ വന്നിട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുക. ഒരു ഉന്മാദത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് എത്തുക. അവർക്ക് ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒബ്സഷൻ പല കാര്യങ്ങളോട്, ചിലപ്പോൾ ചില ഹീറോകൾ എന്ന് പറയുന്ന ആളുകളോട്, സ്റ്റാറുകളോട്, സെലിബ്രിറ്റികളോട് അങ്ങനെ ഉണ്ടാകുക. അതുപോലെ തന്നെ ചില സിനിമകൾ, ചില സീരീസുകൾ, അതിനൊക്കെ അഡിക്റ്റായിട്ട് അതിൻ്റെ എപ്പിസോഡ് വരാൻ വൈകുന്നതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. മാതാപിതാക്കളോടൊക്കെ തട്ടിക്കയറുക, സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ BTS പോലൊക്കെയുള്ള പിന്നെ കൊറിയൻ ഡ്രാമകൾ, അങ്ങനെയുള്ള സംഗതികൾ, അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ന്യൂസിലൊക്കെ നമുക്കിങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ കഴിയുന്ന കേരളത്തിൽ നിന്ന് തന്നെയുള്ള പല വാർത്തകളും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാർത്ത കേട്ടില്ലേ, ഒരു കുട്ടി ഒരു മാതാവിനെ കൊലപ്പെടുത്തി, അതിലവർ ഒരു പശ്ചാത്താപം പോലും അങ്ങനത്തെ എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെയാണ് ഈ കുട്ടികൾ നിൽക്കുന്നത്. ഒരു കുറ്റബോധത്തിൻ്റെ ഒരു അവസ്ഥ ഇല്ലാത്ത ഇതിൽ നാട് വിട്ടു പോകുകയാണ് കുട്ടികൾ, ഇവിടുന്ന് നാട് വിട്ടു പോകും. അതുപോലെ തന്നെ ഈ പോണ കൊടുക്കുകയാണ് കൊറിയയിലേക്ക്, BTSൻ്റെ അടുത്തേക്കാണ് പോണത് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു കുട്ടി ഇങ്ങനെ മംഗലാപുരത്ത് നിന്ന് അവിടുന്ന് കണ്ട് തിരിച്ച് പിടിച്ചു കൊണ്ടുവരുമ്പോൾ കുട്ടി കൗൺസിൽ ചെയ്യുന്ന സമയത്ത് പറയണത് എന്താണ്, ഞാൻ BTSൻ്റെ അടുത്ത്, BTS എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ BTS എന്ത് ചെയ്യും, എന്നെ സംരക്ഷിക്കും, അവരെന്തോ അവിടെ ഇവർ പോകുമ്പോൾ അവിടെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെയാണ് കുട്ടികൾ. അങ്ങനെ ഒരു മാനസിക ഒരു ഭ്രാന്തമായ അവസ്ഥയാണ് എല്ലാം കൊണ്ട് എത്തുകയാണ്. അതുപോലെ തന്നെ ചില പാട്ടുകളിലെ വരികൾ, ഇവരുടെയൊക്കെ ഈ പാട്ടുകളിലെ വരികൾക്കനുസരിച്ച് ഇപ്പോൾ ഒരു വാർത്ത വായിച്ചാൽ എന്താ വെച്ചാൽ ഫ്ലൈ ഹൈ എന്നുള്ള ഒരു വാക്ക് ഒരു പാട്ടിലുണ്ട്. അപ്പോൾ ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ പറക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഇത് കേട്ട് 3 കുട്ടികൾ, ചെറിയ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന കുട്ടികളാണ്,
അവർ തീരുമാനമെടുക്കുകയാണ് ഏറ്റവും ഉയരത്തിൽ പറക്കണമെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂൾ ഒരു 7 സ്റ്റോറി ബിൽഡിംഗ് ആണ്, അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിൽ പറക്കാം എന്നൊക്കെ കുട്ടികൾ ചിന്തിക്കുക പറയുമ്പോൾ ആ ഒരു അവസ്ഥ യെസ്. അപ്പോൾ ആ നിലക്ക് ഒരുപാട് ഇതൊക്കെ അഹമ്മദാബാദിൽ നിന്ന് മറ്റൊക്കെയുള്ള വാർത്തകളാണ്. എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് നേരിട്ട് ഇടപെടേണ്ടി വരുന്ന ഇത്തരം വാർത്തകളും കേൾക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഒരു SLC പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഭയങ്കര ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി അത്തരം വാർത്തകൾ കേട്ടിരുന്നിടത്ത് ഇപ്പം നമുക്ക് ആ ഒരു റിസൾട്ടിൻ്റെ ഡേറ്റ് നമ്മളൊരു പേടിയോട് കൂടിയാണ് നോക്കുന്നത്. ഏതെങ്കിലും കുട്ടികൾ ആത്മഹത്യ ചെയ്യുമോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരവസ്ഥകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയിലാണ് പൊതുസമൂഹം മൊത്തത്തിൽ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പഠന വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ക്ഷണിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ബന്ധുക്കളുടെ വീട്ടിൽ തന്നെ പോയപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം ഉണ്ട്. ഞാൻ അതും കൂടി പറഞ്ഞ ആ ഒരു ഏരിയ അവസാനിപ്പിക്കണം. 2 ചെറിയ കുട്ടികളുണ്ട്. ഒരു കുട്ടി ഒരു LP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പിന്നെ ഒന്ന് സ്കൂളൊന്നും പോകാൻ പ്രായമായിട്ടില്ല, അത് ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ഇവരെ 2 പേരുടെ കയ്യിലും ഒരാളുടെ കയ്യിൽ കുറച്ച് വലിയൊരു ടാബ് ഉണ്ട്, ഒരാളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കുറച്ച് നേരം അടുപ്പുള്ള വീടായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വെള്ളമൊക്കെ കുടിച്ച് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചിലവഴിച്ചിട്ടാണ് വരുന്നത്. ആ സമയമൊക്കെയും ഈ പാരൻസ് ഈ കുട്ടികളോട് ഇങ്ങനെ പറയണ്ട, ആരാ വന്നിരിക്കുന്നു നോക്ക് എന്ന് കുട്ടികളോട് പറയണം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ ഈ ഒരു 10-15 മിനിറ്റിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒന്ന് തല പൊക്കി നോക്കണ പോലും ഇല്ല. അവർക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവരിങ്ങനെ കുറച്ചൊന്ന് ഹാർഷായിട്ടൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് പാരൻസ്. പക്ഷെ അപ്പോൾ പോലും ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ നിന്ന് തല എടുക്കാതെ ഒരു അഡിക്ഷൻ്റെ ഒരു അങ്ങേയറ്റാണ് നമ്മൾ കുട്ടികളിൽ കാണുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്ക് അനുഭവത്തിലുള്ളതും പറഞ്ഞു കേട്ടതൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കൗൺസിലർമാർ, നമ്മുടെ പണ്ഡിതന്മാർ, അവരൊക്കെ പല അനുഭവങ്ങളും പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ശരിക്കും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്കത് അനുഭവപ്പെടാറുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ വളരെ ആളുകൾക്ക് ബേജാറാവുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ ബേജാറിൽ നിന്ന് ഇപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു പരിഹാരം എന്താണ്, നമ്മളെന്താ ചെയ്യുക എന്നുള്ളൊരു ഇതിനൊരു പരിഹാരം വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് അതിന് കൊടുക്കാൻ കഴിയും? തീർച്ചയായും ഇത് പരിഹാരത്തിലേക്കാണ് നമ്മുടെ ഒരു ഫോക്കസ് വരേണ്ടത്. പ്രശ്നങ്ങൾ പലതും ഉണ്ട്, നമുക്ക് അനുഭവത്തിലുള്ളതാണ്. അതെ, അനുഭവത്തിലുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചുറ്റുപാടെന്ന് പറഞ്ഞു കേട്ടതൊക്കെ ആയിട്ട് ന്യൂസിലും മീഡിയയിലൊക്കെ നിറഞ്ഞു വെക്കുന്നതായിട്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്ന വസ്തുതയാണ്. പക്ഷെ അതിൻ്റെ പരിഹാരങ്ങളിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പരിഹാരങ്ങൾ പറയാൻ പക്ഷേ ഇവിടെ ആളുകളില്ല, കൂട്ടായ്മകളില്ല, ആദർശങ്ങളില്ല എന്നുള്ളത് ആണ് നമ്മൾ അധികവും കാണുന്ന ഒരു യാഥാർത്ഥ്യം. പല ആളുകളും പ്രശ്നമുണ്ട് എന്നുള്ളത് അത് അംഗീകരിക്കുന്നു, അതിനെതിരെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, പരിഹാരം എന്നുള്ള രൂപത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പക്ഷെ അതൊന്നും പരിഹാരമാവണില്ല, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ ലിബറലിസം തന്നെയും ഇവിടെ അവർ പ്രചരിപ്പിക്കുന്നത് എല്ലാ പ്രശ്നത്തിൽ നിന്നുള്ള പരിഹാരം എന്നുള്ള നിലക്കാണ്. ജീവിതം കൂടുതൽ അടിപൊളിയാക്കുക എന്നുള്ളതിലാണ് അവരെന്ത് ചെയ്യണത്, ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, ലിബറലിസം മനുഷ്യനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആകെ പ്രശ്നമാണ്, ഇവിടുത്തെ മതം പ്രശ്നമാണ്, ഇവിടുത്തെ നിയമങ്ങൾ പ്രശ്നമാണ്, അതിനൊക്കെ നമ്മളും കണ്ട് അതൊക്കെ ഊരി എറിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ട് വരിക എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു രക്ഷപ്പെടലല്ല, കൂടുതൽ ഇവര് അതിനേക്കാളും വലിയ കുരുക്കുകളിലേക്ക്, ഇവർ പ്രശ്നമെന്ന് പറയുന്ന അല്ലെങ്കിൽ കുരുക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിനേക്കാളൊക്കെ തീവ്രമായ പ്രശ്നങ്ങളിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പരിഹാരം എന്താണ് എന്ന് അത്രയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാം നമുക്ക് വിശദീകരിക്കാൻ നമുക്ക് സമയം തികയില്ല. പിന്നെ ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മൾ പറഞ്ഞു, അൽഹംദുലില്ലാ നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഒരു നല്ല അവയർനെസ് കുട്ടികളിൽ ഉണ്ടാക്കാൻ, അതിൽ ചെന്നുപെടാതിരിക്കാനുള്ള, ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഒരു ഭയങ്കരമായ ടാസ്ക്കാണ്. അപ്പോൾ അതിലേക്ക് എത്താതിരിക്കാനുള്ള വഴികൾ, അതാണ് നമ്മൾ ആ ഒരു അവയർനെസ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ തന്നെ അത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ഓരോ പ്രോഗ്രാമിലും അത്തരത്തിലുള്ള സെഷനുകളും മറ്റൊക്കെ സംസാരങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നു. പുറമെ ഈ ലഹരിക്കെതിരെ എന്നുള്ള പേരിൽ തന്നെ ഒരു ക്യാമ്പയിൻ്റെ പേര് തന്നെ എതിരെ എന്നാണ്. ഇപ്പോൾ നമ്മൾ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു എതിരെ എന്നുള്ള ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാ കേരളത്തിലെ ഒരുപാട്
സ്കൂളുകളിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞു. അവിടുത്തെ മാനേജ്മെൻറ്റിനെയും പ്രിൻസിപ്പൽസിനൊക്കെ ബോധ്യമുള്ളവരാണ് എല്ലാവരും. എന്നാലും ഇതിൻ്റെ തീവ്രതയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താനും റിമൈൻഡ് ചെയ്യാനും അങ്ങനെ ആ സ്കൂളുകളിൽ കുട്ടികളോട് നേരിട്ട് സംവദിക്കാനും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള പിന്നെ മാർഗ്ഗരേഖകളും സന്ദേശങ്ങളൊക്കെ കൈമാറാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ പെട്ടുപോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അവരെ ഇതിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്, കാരണം അകറ്റി നിർത്തുക ഒരു പരിഹാരമല്ല, അകറ്റി നിർത്തലല്ല, ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടെ നിർത്തിക്കൊണ്ട് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുകയുമാണ് വേണ്ടത്. അതോടൊപ്പം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കാരിയർമാരായിട്ടൊക്കെ ഉള്ള ആളുകൾ, പിന്നെ ഇതൊരു തൊഴിലായി സ്വീകരിച്ച ആളുകൾ, സമൂഹം ശരിക്ക് ഇതിനെ ബോധ്യപ്പെട്ട് അത്തരം ആളുകളെ നമ്മുടെ മക്കളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള സ്റ്റെപ്പുകൾ എടുക്കണം. അപ്പോൾ ആ നിലക്ക് മക്കളുടെ സൗഹൃദങ്ങളും മറ്റൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കൾക്കിടയിലേക്കും അത്തരത്തിലുള്ള സന്ദേശങ്ങൾ, ബോധവൽക്കരണങ്ങൾ വിസ്ഡം സ്റ്റുഡൻസ് ആ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും ഈ പറഞ്ഞ പോലെ പരിഹാരങ്ങളാണ്. ഇപ്പോൾ പ്രൊഫ്കോൺ എന്ന് പറയുന്നത് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു സ്റ്റെപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്യാമ്പസ് സഫാരി എന്നുള്ള ഒരു നല്ല ഒരു ആശയം അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം നമുക്കത് ഗംഭീരമായി പ്രാവർത്തികമാക്കി എടുക്കാൻ കഴിഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വാഹനം ക്യാമ്പസ് സഫാരി, ക്യാമ്പസ് പ്രയാണമായിരുന്നത്. പല ക്യാമ്പസുകളും കയറി ഇറങ്ങിക്കൊണ്ട് കുട്ടികളോട് നേരിട്ട് സംവദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ചർച്ചക്കെടുത്തുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ഗംഭീരമായ ഒരു സ്റ്റെപ്പായിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നിലക്കൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നന്മകൾ കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നന്മയില്ലാത്തടത്ത് ഈ സംഗതികളൊക്കെ കയറി വരാൻ എളുപ്പമാണ്. അപ്പം നന്മകളെ, ആ തിന്മകളൊക്കെ തച്ചുടച്ചുകൊണ്ട് അവിടെ നന്മകളെ ഇൻസ്റ്റിൽ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് പ്രോഗ്രാമുകളിലൂടെ അതുപോലെ തന്നെ സന്ദേശ പ്രയാണങ്ങളിലൂടെ ആ നിലക്കൊക്കെ നമ്മളത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ രക്ഷിതാക്കളായ നമുക്ക് പിന്നെ നമ്മുടെ അസ്ഹർ അബ്ദുൽ റസാഖ് പറഞ്ഞ ഇപ്പോൾ പല രീതിയിലുള്ള രക്ഷിതാക്കളുണ്ടാവും. ഇനി എന്താ ചെയ്യുക, ഞാനും വിചാരിച്ചാൽ എന്താ നടക്കുക, അങ്ങനെ പിന്നെ ബേജാറായി നടക്കുന്ന ആളുകൾക്കൊരു പരിഹാരമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നമ്മളൊക്കെ ചെയ്യേണ്ടത് ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മളൊരു സംയമനം പാലിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടീനെ ഞാൻ ശ്രമിച്ച്, അങ്ങനെ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രയാസം നിന്ന് നമ്മളെ മക്കളെ മാത്രമല്ല സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും. അതിന് ഇത്തരം വിസ്ഡം സ്റ്റുഡൻസ് പോലുള്ള അതിശക്തരായ നമ്മുടെ നേതാക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. അവർക്ക് അല്ലാഹു ഇത് ഈ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തൗഫീക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കളൊക്കെ നല്ലൊരു ശതമാനം സമയത്തും സ്കൂളുകളിലാണ്. അതായത് ഒരു 9 മണി മുതൽ 4 മണി വരെ. ചില സ്കൂളിലൊക്കെ 4 മണി കഴിഞ്ഞാലും അവിടെ അവരായിട്ട് നല്ലോണം ഒരു റാപ്പ് ഓവറാണ് അധ്യാപകരായിട്ട്. അധ്യാപകരെല്ലാവരും നല്ല ഒരു എല്ലാവരും മോശമാണെന്ന് പറഞ്ഞില്ല, നല്ല അധ്യാപകർ കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലറിൽ തന്നെ ഇങ്ങനെ ഒരു കാതലായ മാറ്റം വന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചിട്ട് നമുക്കൊന്ന് സങ്കല്പിച്ചൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്തരം കേസുകളൊക്കെ, ഇത്തരം ഈ ചുറ്റുപാട് മോശമാണെങ്കിൽ പോലും അതിലൊക്കെ എത്തിപ്പെടാതെ കുട്ടികൾക്ക് ഒരു രക്ഷ, ഭാവി തലമുറ നന്നാവാൻ വിദ്യാഭ്യാസ രംഗത്ത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വന്നുകൂടെ? തീർച്ചയായും അതന്നെയാണ് വേണ്ടത്. കാരണം പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ നല്ലൊരു സമയം കുട്ടികൾ സ്കൂളിലും ക്യാമ്പസുകളിലൊക്കെയാണ്. അവരെ നമുക്ക് എഫക്റ്റീവായൊരു ടൈം നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് ശരിക്കും ആ ഒരു അക്കാഡമിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ ഒരു അക്കാഡമിക്സിൽ തന്നെ അവരുടെ പാഠ്യപദ്ധതികളിൽ തന്നെ ഈ ഒരു എന്താ പറയുക, ഒരു ധാർമ്മികമായ ചിന്തകൾ, നന്മകൾ
സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി അവരെ മാറ്റാൻ വേണ്ട സ്റ്റെപ്പുകൾ അതൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും. ഇപ്പം ഈ ലഹരി പോലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് അതൊരു കരുതലായി ഒരു പരിചയമായി മാറ്റാൻ അതുകൊണ്ടൊക്കെ സാധിക്കും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ധാർമ്മികത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നന്മകൾ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തോ ഒരു പ്രശ്നമുള്ള വാക്കുകളായിട്ട് ധാർമ്മിക വിദ്യാഭ്യാസം വേണമെന്ന് പറയുമ്പോൾ അത് എന്തോ ഒരു പ്രശ്നമാണ്. അതെന്തോ ഒരു മതകീയമായ സംഗതിയാണ്, അത് പുരോഗമനത്തിനെതിരാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത പൊതുബോധത്തിൽ എങ്ങനെയൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ട്. മനഃപൂർവ്വം കടത്തി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ഇപ്പം നമ്മൾ ഈ പാഠ്യപദ്ധതിയിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചർച്ച ചെയ്യുന്നത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇപ്പം ഈ ലിബറലിസത്തിൻ്റെ പല ചിന്തകളും ഇപ്പോൾ ജെൻഡർ ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആണും പെണ്ണും അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. നമ്മളെന്താണോ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത്, ഞാൻ ഇപ്പോൾ ഒരു പെണ്ണാണ് എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പെണ്ണാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പെണ്ണാണ്, അതാണ് ജെൻഡർ എന്ന് പറയുന്ന. അതല്ലാത്ത ആണും പെണ്ണും എന്നുള്ള ആ ഒരു ബൈനറി അതൊക്കെ ഇവിടെ സാമൂഹിക നിർമ്മിതിയാണ്. അതൊന്നല്ല ശരി, അതൊരു പുരോഗമിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ചേർന്ന സംഗതിയല്ല എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള ആശയങ്ങൾ എവിടെ പാഠ്യപദ്ധതിയിൽ പാഠപുസ്തകങ്ങളുടെ ഭാഗമായി തന്നെ കടത്തി കൂട്ടുന്ന അവസ്ഥയാണ്. അങ്ങനെ അത് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില അറിയപ്പെട്ട പല രാഷ്ട്രീയക്കാരും നേതാക്കളായി അറിയപ്പെടുന്ന ആളുകളൊക്കെ ചില ആളുകളുടെയൊക്കെ പ്രസ്താവനകൾ അത്യന്തം അപകടകരമായിട്ടുള്ള പ്രസ്താവനകൾ, കള്ള് ഒരു പോഷകാഹാരമാണ് നമ്മൾ വായിച്ചിട്ടുണ്ടാകും, ആരാണ് എന്താണ് എന്ന് പറയേണ്ടതില്ല. യെസ്, അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹം ഇത് എങ്ങനെയായിരിക്കും ഇതിനെ ഉൾക്കൊള്ളുക? കാരണം ഇവരൊക്കെ ഒരു മാതൃകായോഗ്യരായിട്ടുള്ള ആളുകളായി വിലയിരുത്തപ്പെടുന്ന ആളുകളാണ്. അത്തരം ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ അപ്പോൾ അതൊരു തെറ്റായ ചിന്തയും ഒരു ആശയവുമാണ് കുട്ടികളുടെ മനസ്സിലൊക്കെ ഇൻസ്റ്റിൽ ചെയ്യുക എന്നുള്ളത് തീർച്ചയായ ഒരു സംഗതിയാണ്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. നേരെ തിരിച്ചായിരുന്നു നടക്കേണ്ടിയിരുന്നത്. നന്മകൾ കുട്ടികളിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകണമായിരുന്നു. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി നമുക്ക് ഇനിയും ശബ്ദിക്കേണ്ടതുണ്ട്. അതല്ലാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എതിർക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ലിബറലിസം അല്ലെങ്കിൽ ജെൻഡർ ഇതൊക്കെ പാശ്ചാത്യ സ്ഥലത്ത് നിന്ന് പിന്നെ കടമെടുത്തിട്ട് വന്ന് ഇപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഒഴിവാക്കി തുടങ്ങി. ഇപ്പോഴും നമ്മളിവിടെ ഇപ്പോഴും അത് ലിബറലിസം അവര് പാശ്ചാത്യന്മാര് ചവച്ചു തുപ്പിയ എച്ചിൽ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അത് തിരുത്തപ്പെടേണ്ട ഒരു എന്തായാലും ഏതൊരു കൂട്ടായ്മയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു എംഫസൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു കുറേ കൂട്ടായ്മകൾ ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ തീർച്ചയായും വരും. അങ്ങനെ മാറ്റങ്ങൾ വരട്ടെ, നല്ലൊരു പുതിയ തലമുറ ഉണ്ടാവട്ടെ. എന്നാൽ ഇനി നമുക്ക് ഒരു ചോദ്യത്തിനുള്ളൊരു സമയം കൂടി ഉണ്ട്. അവിടെ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ അടുത്ത ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? കുട്ടികളുടെ ഈ ഒരു ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പ്ലാനിങ് എങ്ങനെയാണെന്ന് പറയാമോ? തീർച്ചയായും. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട മെയ് 11 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടിപ്പിക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്, അതിൻ്റെ ഒരുക്കങ്ങളിലാണ് വിസ്ഡം സ്റ്റുഡൻസും അതിൻ്റെ പ്രവർത്തകരും എല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമ്പയിനുകളും പ്രോഗ്രാമുകളൊക്കെ ആ രൂപത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ചെറിയ ബാലവേദി പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി, മുതിർന്ന കുട്ടികൾക്ക്, ക്യാമ്പസ് വിദ്യാർത്ഥികൾ, ക്യാമ്പസ് കോൺഫറൻസുകൾ ജില്ലാ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി ക്യാമ്പസ് സഫാരിയുടെ പ്രൊഫ്കോണിൻ്റെ ക്യാമ്പസ് സഫാരി, ആ മോഡലിലുള്ള ക്യാമ്പസ് പ്രയാണങ്ങൾ ജില്ലകളിൽ ഇപ്പോൾ അത് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ നിലക്കൊക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് പോകണം. ഇനിയിപ്പോൾ റമദാൻ വരുമ്പോൾ റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇപ്പോൾ പരീക്ഷയെ അഭിമുഖീകരിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് എൻറിച്ച് എക്സാം പോയിൻ്റർ എന്നുള്ള പേരിൽ പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുന്ന പഠനവും മറ്റൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകുന്ന പ്രോഗ്രാമുകൾ നടക്കുന്നു. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ, അവർക്ക് വേണ്ടിയുള്ള സ്കൂൾ കിറ്റ് പോലെയുള്ള വിദ്യാനിധി സ്കൂൾ കിറ്റ് എന്നുള്ള പേരിൽ അവർക്ക് പഠന സഹായികളും, അതുപോലെ തന്നെ ഒരു പെരുന്നാളാകുമ്പോൾ പോലും ഒരു പുതുവസ്ത്രമൊന്നും എടുക്കാൻ കഴിയാത്ത, ഒരു മക്കൾക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത രക്ഷിതാക്കളൊക്കെ ഉണ്ട്.
അത്തരം അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം നമ്മൾ ഈദ് കിസ്വ എന്ന് പറയുന്ന ഒരു പദ്ധതി അൽഹംദുലില്ലാ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു ഡ്രസ്സ് കൊടുത്ത് പിന്നെ ഒരു ലൈം ലൈറ്റിൽ അവരെ നിർത്തി ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് അങ്ങനത്തെ ഒരു സംഗതികളും ഇല്ല. അവരെ അഭിമാനത്തിന് വില നൽകിക്കൊണ്ട് അവർക്ക് ഒരു കൂപ്പൺ നമ്മൾ കൊടുക്കുന്നു. ആ കൂപ്പൺ അവരുടെ വീട്ടിലെത്തിക്കുന്നു. അവരതുകൊണ്ട് ഷോപ്പിൽ പോയാൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം എടുത്ത് അവർക്ക് വരാൻ കഴിയുന്ന ഒരു രൂപത്തിലുള്ള ഒരു പദ്ധതിയാണത്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക്, 10,000-കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് അതിൻ്റെ ഒരു ഗുണം എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിലൂടെ മറ്റൊരു കാര്യം കൂടി സാധ്യമാകുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്നത്, അതിൻ്റെ ലിസ്റ്റിംഗ് മുതൽ. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ഇത്തരം വീടുകൾ സന്ദർശിക്കുന്നു, ആ കുട്ടികളുടെ അവസ്ഥകൾ കാണുന്നു. അപ്പോൾ അവരിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത, ഒരു മനസ്സലിവും ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ കൂടി അതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് അതിന് മുന്നോടിയായി ഒരു വലിയ എക്സിബിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലും അതിൻ്റെ മുന്നൊരുക്കങ്ങളിലും അതിൻ്റെ പ്രീ പ്രോഗ്രാമുകളിലും ഒക്കെ നമ്മുടെയൊക്കെ മക്കളെ ഏതെങ്കിലുമൊക്കെ നിലക്ക് നമ്മൾ അതിൻ്റെ ഭാഗവാക്കാക്കണം എന്നുള്ളതാണ്. നമുക്ക് തന്നെയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അതിലൊക്കെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മളും ഇടപെടണമെന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. എനിക്ക് ഏറ്റവും അവസാനം ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇതിലിപ്പോൾ പലപ്പോഴും രക്ഷിതാക്കളുടെ ഒരുപാട് ആശങ്കകളൊന്ന് പിന്നെ അവരുടെ കരിയറും ദുനിയവിയായ അവരുടെ ഉന്നമനം തീർച്ചയായും വേണ്ടതാണല്ലോ. യെസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. പല രക്ഷിതാക്കളും നമ്മോട് പറയുമ്പോൾ നമ്മളോട് പറയുന്നൊരു റീസൺ നിങ്ങൾ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ പഠിത്തം എന്താവും, ഭാവി എന്താവും എന്നുള്ളത്. ഞാൻ അതാണ് പറയാൻ വന്നത്. ആ ഒരു പോയിന്റാണ് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചത്. അതായത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശ്രോതാവായി പോയിരിക്കുമ്പോൾ പോലും കുട്ടി പഠിക്കേണ്ട സമയമാണല്ലോ. പരീക്ഷ ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, സെമിനാറുകളുണ്ട്, അവൻ്റെ കരിയർ എന്താകും. അപ്പോൾ ഇതിൻ്റെ ഒന്നും സമയമല്ല ഇപ്പോൾ ഇതിലേക്കൊന്നും പോകേണ്ടതില്ല, ഇപ്പോൾ പഠനത്തിലാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ള രൂപത്തിൽ കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരുപാട് രക്ഷിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒറ്റ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ആ ഒരു പോയിന്റ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സമിതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഓരോരുത്തരെയും എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടീമിൻ്റെ കൂട്ടത്തിൽ 2 ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്, അധ്യാപകരായിട്ടുള്ള കോളേജ് അധ്യാപകരുണ്ട്, സ്കൂൾ അധ്യാപകരുണ്ട്, എൻട്രപ്രനേഴ്സ് ഉണ്ട്, സ്വയം സംരംഭകരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കമ്പനിയിൽ എൻ്റെ ഒരു R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗവേഷണവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ വലിയ തൗഫീഖാണ് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ PG ചെയ്യാനും അതുപോലെ തന്നെ B.Tech കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ക്യാമ്പസിൽ B.Tech കംപ്ലീറ്റ് ആക്കാനും എനിക്ക് സാധിച്ചു. അതോടൊപ്പം ഈ പ്രവർത്തനം, എന്നാൽ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്, അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അപ്പോൾ അത് നമുക്ക് സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ, യൂത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഭാരവാഹികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിൽ മാത്രമല്ല ജില്ലാ തലത്തിലുമൊക്കെ അതിൻ്റെ താഴെയുമൊക്കെ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു മണ്ഡലം ഭാരവാഹിയാണ്, കൊടിയത്തൂർ മണ്ഡലത്തിലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കീ പോസ്റ്റ് വഹിക്കുന്ന ഒരു ഭാരവാഹിയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് CA പരീക്ഷ അതിൻ്റെ 3 എക്സാമുകളും ഒറ്റ ശ്രമത്തിൽ ക്ലിയർ ചെയ്തുകൊണ്ട് വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതൊരു ഹാഫിളും കൂടിയാണ്, 6 മാസം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കിയ ദഅവ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ സഹപ്രവർത്തകർക്ക് PSC റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കുകളിലേക്ക് എത്തുവാൻ സാധിച്ചു. ആ നിലക്കൊക്കെ അക്കാഡമിക്സിലും കരിയറിലും ഒക്കെ എക്സൽ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ ദഅവ പ്രവർത്തനങ്ങളിലും മുന്നിലുള്ളത് എന്ന് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ്. ഒത്തൊരുമിച്ച് പാരലായി തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ബഹുമാന്യനായ അസ്ഹർ അബ്ദുൾ റസാഖ് ഇവിടെ
ഈ വന്നതിലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് രക്ഷിതാക്കൾക്ക് നൽകിയ ഉപദേശത്തിന് അള്ളാഹു തങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇവിടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് മുന്നേ 1-2 കാര്യങ്ങൾ മാത്രം ശ്രോതാക്കളായി എന്നോടെന്ന പോലെ നിങ്ങളോട് പറയാനുള്ളത്. കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും 2 പോയിൻ്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മക്കളാണെങ്കിലും പഠിത്തത്തിനോടൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ അവരുടെ പഠിത്തത്തിന് അത് ഒരിക്കലും ബാധകമാവില്ല. ആ പഠിത്തത്തിന് അത് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മളെ കയ്യിൽ അവരെ കിട്ടിക്കൊള്ളുന്നില്ല. അവർ നല്ലൊരു ഡോക്ടറായേക്കാം, നല്ലൊരു എഞ്ചിനീയർ ആയേക്കാം. പക്ഷേ നമുക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന ഒരു കുട്ടിയാവണമെങ്കിൽ അവന് ഇതിൻ്റെ ഒപ്പം തന്നെ ഇത്തരം ധാർമ്മികമായ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോകണം. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, മേയിലാണ് നമ്മുടെ സ്റ്റുഡൻസ് കോൺഫറൻസ് വരാൻ പോകുന്നത്. മേയിലിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 3-4 മാസം മുന്നേ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം വലിയൊരു ഹോംവർക്കിലാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടീം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് പോലെ അതിൻ്റെ പിന്നിലുണ്ടാവണം. ഒരു കുട്ടിയാണെങ്കിലോ ഒരു കുട്ടിയെ നമ്മൾ അതിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മൾ ഏതൊക്കെ തരത്തിലാണോ നമുക്കതിൻ്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രതിഫലം മാത്രം കാണിച്ചുകൊണ്ട് നമ്മളതിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അള്ളാഹു ഇനിയും ഇതുപോലുള്ള വേദികളിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.